നോക്കൂ സ്മൃതി, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കോഴിക്കോട്ട് നടത്തിയിട്ടുള്ള പ്രസംഗമാണല്ലോ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലേക്കും ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ പ്രതികരണത്തിലും കലാശിച്ചിട്ടുള്ളത്. എന്താണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പറഞ്ഞിട്ടുള്ളത്? ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗവും എല്ലാം കൂടിച്ചേർന്ന നീക്കമല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? എന്താണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട്? അവർക്ക് ഈ പാർട്ടികളുടെ നിലപാടുകൾ അറിയാത്തതാണോ? അപ്പോൾ വലിയ തോതിൽ നിങ്ങളുടെ ഭാഗമായി മാറാൻ അവർക്ക് കഴിഞ്ഞു എന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറുകയല്ലേ? ആ നില 4 വോട്ടിന് ചെയ്യുന്നത് നാടിൻ്റെ നല്ല നാളേക്ക് സഹായകരമാണോ? മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റേതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ലീഗിൻ്റെ മുഖം മാറുന്നു എന്ന് ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വെർബാറ്റിം എന്ന് പറയുന്നത്. നോക്കൂ, ഈ കാര്യത്തിൽ എന്താണ് നേരത്തെയുള്ള മുസ്ലിം ലീഗ് നിലപാടുകൾ? ഞാൻ 2002 ഇന്ത്യ വിഷൻ്റെ ഭാഗമാകുമ്പോൾ ഈ നിലയിൽ മുസ്ലിം തീവ്രവാദ വിഭാഗവുമായുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോൾ 2003 തന്നെയും ടെലിവിഷൻ സംവാദ പരിപാടി തുടങ്ങുകയാണ്. ആ ഘട്ടത്തിൽ ഇത് നിരന്തരം ചർച്ചയ്ക്ക് വരികയാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ്, ആ ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പ്രതിരോധമുണ്ടാകാതിരുന്ന ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ ആശ്രയിച്ചിട്ടുള്ളത് ഈ മുസ്ലിം വർഗീയ നിലപാടുകാരെയായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ എതിർപ്പുണ്ടായിട്ടുണ്ട്. നോക്കൂ, ആ ഘട്ടത്തിലല്ല, പിന്നീട് KM ഷാജി, ഞാൻ ഇന്ത്യ വിഷൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരിക്കുന്ന സമയത്ത് KM ഷാജി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. പിൽക്കാലത്ത് KM ഷാജി ഈ പറയുന്ന SDPIക്കെതിരെ, എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേര് പറയുമെങ്കിൽ പോലും ഒരു തുടർച്ചയാണല്ലോ ഇവർ. SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും ഒക്കെ തന്നെയും സഖ്യം ചേരുന്ന ഘട്ടത്തിൽ, സഖ്യം ചേരണം എന്നുള്ള ആശയം ഉയർന്ന ഘട്ടത്തിൽ ഇപ്പോൾ KM ഷാജി പ്രസംഗം മഞ്ചേരിയിലാണ്, ലീഗിന്റെ ഉരുക്കുകോട്ടയിലാണ്, ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു, ഡോക്ടർ മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു. പടപടപടാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി പോയി, മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി. ഞങ്ങൾ തോറ്റ് കുന്നമ്പാടി ഇരിക്കുമ്പോഴും അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തോറ്റ് കുന്നമ്പാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. ഈ രാജ്യത്തിലെ മതപുരോഹിതന്മാരുടെയും ഈ രാജ്യത്തിലെ മതവർഗീയവാദികളുടെയും തീവ്രവാദികളുടെ ഒക്കെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വല്ല മാമാപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ആര് പറഞ്ഞു? KM ഷാജി പറഞ്ഞു. KM ഷാജി ആരാണ്? അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയിട്ടുള്ള ആളാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ലീഗിലെ എല്ലാ കാലഘട്ടത്തിലെയും ചർച്ചയാണത്. ലീഗിലെ ഇത്തരത്തിലുള്ള ചർച്ച രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം സമുദായത്തെ ജനാധിപത്യപരമായി പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന തീവ്ര വർഗീയ നിലപാടുകാർ ആ ഇടമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെതിരെ കരുതലോടുകൂടിയായിരുന്നു മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടത്തിലും പ്രതികരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗിൻ്റെ നിലപാട് മാറിയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ 4 വോട്ടുകൾക്ക് വേണ്ടി ഇത്തരം വർഗീയ നിലപാടുകാരുടെ പിന്തുണ എടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പട്ടിക്ക്, ഒരു ചോര കൊതിക്കുന്ന പട്ടിക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയം മാത്രമാണ് ആ പട്ടി നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ കയറി പിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ നിലയിൽ വർഗീയ നിലപാടുകൾക്കെതിരെ എപ്പോഴും, ഇപ്പോൾ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരുടെ ഒക്കെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത്തരം വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ ഇടം കിട്ടാതെ പോയത് ഇപ്പം നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കാണുന്നല്ലോ. തീവ്ര നിലപാടുകാർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ മതനിരപേക്ഷ മുസ്ലിം ശബ്ദങ്ങൾക്ക് വലിയ റോളില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അതല്ല. 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ പോലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പിണറായി വിജയൻ്റെ ഈ നിലപാടുണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നസറുദ്ദീൻ ഇളമരവുമായിട്ടും SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായ അബ്ദുൾ മജീദ് ഫൈസിയുമായിട്ടും ഒക്കെ തന്നെയും
പറയും. PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും കൊണ്ടോട്ടി KTDC ഹോട്ടലിൽ രാത്രി ചർച്ച നടത്തിയത് CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ തന്നെ തനിയെ വന്നതല്ല മാധ്യമങ്ങളിലേക്ക്, അത് കൃത്യമായി ചോർത്തി കൊടുത്തിട്ടുള്ളതാണ്. അതായത് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നു എന്ന് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകാത്ത ഘട്ടത്തിൽ ഈ ചർച്ച നടത്തിയവർ തന്നെ അത്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് കാണിക്കണം. ആ നിലയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പോസ്റ്റ് കൗണ്ടിങ് അനാലിസിസ് നടത്തുന്നത്? ആ ഘട്ടത്തിൽ തന്നെ SDPI പിന്തുണ പ്രഖ്യാപിച്ചത്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടിരുന്നു. അതിന് പ്രതിരോധം എന്നുള്ള നിലയിൽ VD സതീശൻ അടക്കമുള്ള നിലപാടുകൾ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ പൂർണ്ണമായും പോവുകയും മുസ്ലിം ലീഗിനേക്കാൾ ആത്മാർത്ഥമായും വാശിയോടും കൂടി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് ഇവരാണ്. അപ്പോഴാണ് മുഖം നഷ്ടമായോ എന്ന ചോദ്യം ഉയർത്തുന്നത്. ഇന്നിപ്പോൾ ചന്ദ്രിക പിണറായി വിജയന് മറുപടി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മുണ്ടുടുക്കുന്ന മോദി എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു ചില വിഷയങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം എടുത്തിട്ടുണ്ട് എന്ന്. ചില വിഷയങ്ങളിലല്ല സ്മൃതി, വളരെ വ്യക്തമായി തന്നെ ഇടതുപക്ഷം ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് 2019 മുതൽ 2024 വരെയുള്ള എല്ലാ വർഗീയ നിലപാടുകൾക്കെതിരെയും കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുകയും മുന്നോട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്താണ്? CAA അനുകൂല നിലപാട് അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല നിലപാട് എന്നുള്ളതാണ്. അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ വന്നിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ്. നമ്മൾ നോക്കുക, ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ പോയി അവസാന ഘട്ടം വരെ സമരം ചെയ്തത് ആരാണ്? നോക്കൂ, കർഷക സമരത്തിൻ്റെ മുന്നണി പടയാളിയായിട്ട് ആദ്യം കാണുന്ന പതാക ചെങ്കൊടിയായിരുന്നു. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അതിൻ്റെ ഹർജി, ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്ന തുക വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദ്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ CPMൻ്റെ നിലപാട് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചതാരാണ്? മുസ്ലിം വീടുകൾക്കെതിരെ ഈ പറയുന്ന ബുൾഡോസറുകൾ ഉയരുമ്പോൾ അതിനെതിരായിട്ട് അവിടെ ആദ്യം ഓടിയെത്തിയിട്ടുള്ളത് ഏത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്? അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും മതനിരപേക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ, സംവിധാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടെന്നേ. ആ അവകാശമാണ് മുസ്ലിം ശരിയാണ് സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ തന്ത്രപരമായ നിലപാട് തന്നെയാണ്. നമ്മൾ ഐസ്ക്രീം പാർലർ മുതൽ ഇങ്ങോട്ട് കാണുന്ന കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ആ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നീട് ഔദ്യോഗിക വിഭാഗം പാർട്ടിയായി മാറിയപ്പോഴും മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി എന്ന വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയായി മാറിയപ്പോഴും ഈ തന്ത്രപരമായ സഹകരണമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2016 മുതൽ 21 വരെയുള്ള സർക്കാരിലും 21 മുതൽ ഇതുവരെയുള്ള സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ തന്നെയും പ്രതിപക്ഷത്തിൻ്റെ ഒരു എഞ്ചിനെ നിശബ്ദമാക്കാൻ അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇവരിപ്പോൾ ഒന്നിച്ചു വരികയാണെങ്കിൽ, ഒരു അനൗപചാരിക മുന്നണിയായി മറുഭാഗത്ത് രൂപം കൊള്ളുകയാണ് എങ്കിൽ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കണം. ആ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മിക ബലം പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിലുള്ള വിമർശനം. നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ്റെ, നോക്കൂ, പിണറായി വിജയനല്ല പാർട്ടി നിലപാട് പറയേണ്ടത്. പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന സമിതിയുടെ അവലോകനത്തിന് ശേഷം MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. MV ഗോവിന്ദൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ SDPI അല്ല, സോറി, അവരുടെ പാർട്ടിയുടെ പേര് തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ആ വോട്ടുകൾ ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ളത് CPMൻ്റെ നിലപാടാണ്. അക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ തീവ്രവർഗീയ ശക്തികൾ മറുപക്ഷത്ത് ഒരു അനൗപചാരിക മുന്നണിയായി രൂപം കൊണ്ടതിനെതിരെ പ്രതികരിച്ച, അതും വളരെ കൃത്യമായ വാക്കുകളിലൂടെ പ്രതികരിച്ച പിണറായി വിജയൻ നാളെ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തുടരേണ്ടതുണ്ടോ എന്ന നിലപാട് വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ആ കാര്യത്തിൽ വൈകുന്നില്ലേ? അല്ല, ആയിക്കോട്ടെ, നോക്കൂ, നിങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അടുത്ത രാഷ്ട്രീയ നിലപാട് അടുത്ത ഘട്ടത്തിൽ പറയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള രാഷ്ട്രീയ പ്രതികരണം നടത്തി അദ്ദേഹത്തിന് നവോത്ഥാന സമിതി, വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി കുടുംബാംഗമായതുകൊണ്ടല്ല നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടുള്ളത്. നോക്കൂ, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര്, ഞാനത് അടിവരയിട്ട് പറയുന്നു, ഈ സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര്
മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആ മഹാനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ തുടർന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയം തെറ്റാണ് എന്ന് CPM ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് ഇനിയിപ്പോൾ നവോത്ഥാന സമിതി എന്നുള്ള സംവിധാനത്തിൻ്റെ തലപ്പത്ത് തുടരാൻ കഴിയുമോ എന്നുള്ളത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കുമ്പോൾ വ്യക്തമാക്കും. Meet the editors.